കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, പൈസ വന്നപ്പോൾ സുനിച്ചനെ ചവിട്ടി ഒഴിവാക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സുനിച്ചനും അതുപോലെ ഭാര്യ മഞ്ജു പത്രോസും ഒന്നുമില്ലാത്ത കാലത്ത് ഇവർ രണ്ടും വളരെയധികം സ്നേഹത്തിലായിരുന്നു. അതുമാത്രവുമല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ദമ്പതികളായിരുന്നു. വെറുതെ അല്ല ഒരു ഭാര്യ എന്നുള്ള ആ ഷോയിലൂടെയാണ് ഈ സുനിച്ചനെയും അതുപോലെ തന്നെ ഈ മഞ്ജു പത്രോസിനെയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത്. അന്നൊക്കെ എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന കഥകളുണ്ട്. 1000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡീഷന് വന്നത്, തിരിച്ച് വണ്ടിക്കൂലി ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു, കിട്ടിയിട്ടില്ലെങ്കിൽ വളരെയധികം കഷ്ടം തന്നെയായിരുന്നു എന്ന് മഞ്ജു പത്രോസ് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, അതേ മഞ്ജു പത്രോസ് പിന്നീട് സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങ് ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോഴേക്കും മഞ്ജു പത്രോസിന് ഒരുപാട് സിനിമകൾ വന്നു, സീരിയലുകൾ വന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ താരമായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ്സേ ഇല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചാനലിൽ പറയുന്നത് കേട്ടു, സുനിച്ചനുമായി ഡിവോഴ്സ് ആകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ സുനിച്ചനുമായിട്ട് ഇങ്ങനെ പിരിയാനുള്ള കാരണം എന്താണ്. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അതായത് സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കടം വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. അയാൾക്ക് കല്യാണത്തിന് മുന്നേ തന്നെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ കടബാധ്യതകളൊക്കെ പിന്നെ ഞാനും കൂടി ഏറ്റെടുക്കേണ്ടി വന്നു. അത് വീടാൻ വേണ്ടിയിട്ട് എനിക്ക് മനസമാധാനമുള്ള ഒരു ജീവിതം കിട്ടിയിട്ടില്ല. അതുപോലെ അയാൾ ഇങ്ങനെ കടം വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോഴും അയാൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്. ഈ മഞ്ജുവിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു മഞ്ജു, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളൊന്നും അറിയാത്ത ചില പ്രശ്നങ്ങൾ ചില ഭർത്താക്കന്മാർക്ക് ഉണ്ടാകും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മരിച്ച് പണിയെടുക്കുമായിരിക്കും ചെയ്യുക, ഇല്ലെങ്കിൽ അത് കിട്ടാതിരിക്കോ കടം വാങ്ങിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം ജീവിതം. ഇതിൻ്റെയൊക്കെ 2 വശമുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു തരാട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ വരും, അത് സ്വാഭാവികം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അയാളെ അങ്ങ് ഒഴിവാക്കാം, അല്ലെങ്കിൽ അയാൾ ശരിയല്ല എന്നൊന്നും വരുത്തി തീർക്കരുത്. ഈ സുനിച്ചൻ എന്ന് പറയുന്ന ഒരാൾ കടം വാങ്ങിക്കും, ശരിയാണ്, അയാളിലുള്ള ഒരു തിന്മ അതാണ്. പക്ഷെ അയാളിലുള്ള ഒരു വലിയ നന്മയുണ്ട്. അയാളില്ലെങ്കിൽ, സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ, മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട്ടമ്മയായി ചുരുങ്ങിയിട്ടുണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സുനിച്ചൻ എന്ന് പറയുന്നയാളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരു സിനിമാ താരം ഉണ്ടായത്. അയാളും കൂടി അധ്വാനിച്ചിട്ടാണ് വെറുതെയല്ല ഭാര്യ എന്നുള്ള ഷോയിൽ നിങ്ങൾക്ക് 2 പേർക്കും, അതായത് ജനം മനസ്സിലേക്ക് കയറാൻ തോന്നിയത്. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ തന്നെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിച്ചനാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മനുഷ്യനെ. അതായത് അയാളുടെ കടം മേണിക്കലും ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, പക്ഷേ അയാൾ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം വെറുതെ അല്ല ഒരു ഭാര്യയിലൂടെ ഈ മഞ്ജു പത്രോസ് സുനിച്ചൻ ഫാമിലി നമ്മളെല്ലാം ഭയങ്കരമായിട്ട് സ്നേഹിച്ചത്. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മഞ്ജു പത്രോസിന് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയായിരിക്കാം, സുനിച്ചന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അയാൾ കടം മേണിക്കുന്ന ആളായിരിക്കാം, അയാൾ ജോലിക്ക് പോകാത്ത ആളായിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയാൾ കാരണമാണ് നിങ്ങൾ ഈ ഒരു ഗതിയിൽ വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ ചിലപ്പോഴും നിങ്ങൾ ഏതൊരു ഇൻ്റർവ്യൂവിൽ പണ്ട് പറയുന്നത് കേട്ടോ, സുനിച്ചൻ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയമാണ്, അയാൾ കടം വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. അയാൾ എങ്ങനെയാണ് കടം വാങ്ങിക്കുന്നത്, ആരാണ് കടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് കടം വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ഇത്രയും പൈസക്കാരാണ്, ശരിയാണ്. ഇന്ന് ഈ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ ഇതുവരെ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് സുനിച്ചൻ എനിക്ക് ഇത്ര പൈസ തരാണ്ട് എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ സുനിച്ചനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് നിങ്ങൾ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൈസയും സീരിയലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തോ ഒരു ഈഗോ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ സുനിച്ചന് ചിലപ്പോഴും ഭാര്യ വളർന്നു പോകുന്നതിൻ്റെ അസൂയ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഭാര്യ എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലോ, ഇപ്പം നമ്മുടെ ദിലീപ് മഞ്ജു വിഷയത്തിൽ തന്നെ സംഭവിച്ചത് എന്താണ്, അതായത് ദിലീപിന് മഞ്ജു വാര്യരെ ഒരിക്കലും അഭിനയിപ്പിക്കാൻ വിടാൻ കഴിയില്ല. കാരണം തന്നേക്കാൾ വലിയത് ചിലപ്പോൾ മഞ്ജു ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം തീർന്നു എന്നുള്ള ഒരു വിഷമം ദിലീപിന് വരെയുണ്ട്. ആ ഒരു വിഷമം ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ സുനിച്ചന് ഉണ്ടാകും. അതായത് മഞ്ജു പത്രോസ് ഇങ്ങനെ വളർന്നു പോകുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല നല്ല ചാൻസുകൾ കിട്ടുന്നത് കാണുമ്പോഴേ സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോഴൊരു കണ്ണുകടിയും അസൂയൊക്കെ ഉണ്ടാകും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ വന്നപ്പോഴേ എനിക്ക് എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ ചാച്ചനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ആങ്ങളയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുനിച്ചനെ ഒഴിവാക്കുന്നത് ഒരു നല്ല പരിപാടിയാണോ? ഇപ്പോഴും ഞാൻ ഏതൊരു ചാനലിൽ കണ്ടതാണ്, അതായത് ഞങ്ങൾ ഡിവോഴ്സ് ആക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു പത്രോസ് കുറേ കൊറോണ കാലത്തെ കാര്യങ്ങളും ഇതൊക്കെയാണ് പറയുന്നത്. അതൊന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്
എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. പൈസ വന്നപ്പോൾ ആ മനുഷ്യനെ വേണ്ട, അല്ലാതെ അതിൻ്റെ അകത്ത് കൂടുതൽ ഡെക്കറേഷനോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഇവരുടെ ഉള്ളിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, ഭാര്യ വളർന്നു വരുമ്പോൾ ഭർത്താവിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, തനിക്ക് അതുപോലെ എത്താൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിൽ കിടക്കുന്നതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവർ രണ്ടുപേരും ഉള്ളപ്പോൾ നല്ലൊരു ചേർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രണ്ടുപേരുമാണെങ്കിൽ ഇന്നെന്ന് പറഞ്ഞാൽ വേറെ ലെവലിലെത്തിയേനെ. അതായത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ചിലപ്പോഴൊരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് പോലെയുള്ള ഒരുപാട് പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ രണ്ടുപേരും കൂടിയിട്ട് വീഡിയോ ചെയ്ത്, അതുപോലെ തന്നെ ഈ സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ മറ്റു പല മേഖലകളിലും കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. അയാൾ വെറും കടം മേണിക്കുന്ന ആൾ മാത്രമൊന്നുമല്ല, നല്ല ഒരു അധ്വാനശീലനാണ്. പക്ഷെ അയാൾക്ക് എവിടെയോ ഒരുപാട് ഫൗളുകൾ പറ്റിയിട്ടുണ്ട്. അയാൾ അങ്ങനെ കുറേ കടക്കാരനായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ മനുഷ്യൻ എവിടെയോ നന്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും വേറെ തലത്തിലേക്ക് പോയേനെ. അതാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോഴും മഞ്ജു പത്രോസ് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. സുനിച്ചൻ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ ഷാർജയിൽ എവിടെയോ ഉണ്ടെന്ന് ഏതൊരു ഇൻ്റർവ്യൂവിലും മഞ്ജു പത്രോസ് തന്നെ പറയുന്നുണ്ട്. അയാൾ പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിൻ്റെ മുന്നിലും വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുമില്ല. ഇനിയെങ്കിലും സുനിച്ചൻ വന്ന് പറയണം, ഞങ്ങൾ പിരിയാനുള്ള കാരണം ഇതാണ്, നിങ്ങളാരും ഇതിൻ്റെ വേര് തേടി പോകേണ്ട, ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു, ഇനി ഞങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കടിപിടി കൂടണ്ട എന്ന് സുനിച്ചൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രേക്ഷകരും വന്ന് ചോദിക്കൂല. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ലടോ അവരുടെ കുടുംബകാര്യങ്ങളിൽ അനക്കെന്താ ഇത്ര താല്പര്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊരു കാര്യം പറയുകയാണ്, നമ്മളൊക്കെ ഇവരെ അറിയാൻ തുടങ്ങിയത് ഇവരുടെ പബ്ലിക്കായിട്ടുള്ള ജീവിതം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ സ്വകാര്യത ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് വെറുതെയല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ വന്ന് ജനമനസ്സുകളിലേക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് ഇവരെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ എവിടെയോ കിടക്കുന്ന മഞ്ജു പത്രോസിനെയും സുനിച്ചനെയും അന്വേഷിച്ചു പോയി വീഡിയോ ചെയ്ത് അവരുടെ പിന്നെ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ സുനിച്ചൻ തന്നെ തീരുമാനിക്കണം. സുനിച്ചൻ വന്നിട്ട് പറയണം, ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, ആരും ഇതിനി ഏറ്റെടുക്കണ്ട, ഞങ്ങൾ പിരിഞ്ഞു, ഇല്ലെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അതെന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. ഇത്രയും വർഷമായിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണോ എന്ന് പോലും എനിക്കിപ്പോഴും സംശയമുണ്ട്. അതായത് ഇത്രയും വിമർശനങ്ങൾ സുനിച്ചന് നേരെ വരുന്നുണ്ട്. സുനിച്ചനെ ചവിട്ടി ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞിട്ട് മഞ്ജു പത്രോസിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്നിട്ടും ഇവരൊന്നും തമ്മിൽ പറയുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു തരികിട പരിപാടിയുണ്ട്. ഏതായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, ഹൈപ്പ് ചെയ്തോ. നന്ദി, നമസ്കാരം.